ഗൗതം അദാനിയുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യത്തിന് മോഡി നൽകിയ പ്രതികരണം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. അങ്ങനെ തന്നെയല്ലേ മോദി പ്രതികരിക്കേണ്ടത് എന്നാണ് പലരും അനുകൂലിച്ചുകൊണ്ട് പറയുകയും ചെയ്യുന്നത്. ഈ ട്രംപും മോഡിയായിട്ടുള്ള സംയുക്ത പത്രസമ്മേളനത്തിലാണ് ഒരു മാധ്യമപ്രവർത്തകൻ ഒരു ചോദ്യം ചോദിച്ചത്, ഗൗതം അദാനിക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. അപ്പം മോദി പറഞ്ഞത്, ഇരു രാജ്യങ്ങളുടെയും നേതാക്കന്മാർ തമ്മിൽ സംസാരിക്കുമ്പം ഇത്തരം പേഴ്സണൽ മാറ്റേഴ്സ് അല്ല പറയേണ്ടത്. ഇന്ത്യ വസുദൈവ കുടുംബത്തിൽ വിശ്വസിക്കുന്നതാണ്, എല്ലാ ഇന്ത്യക്കാരെയും നമ്മൾ ഒന്നായിട്ടാണ് കാണുന്നത് തുടങ്ങിയ രീതിയിലാണ് മോദി പ്രതികരിച്ചത്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ പോലുള്ളവരൊക്കെ നിശിതമായിട്ട് ഇപ്പോൾ അതിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോദിയുടെ പ്രതികരണം തന്നെയല്ലേ കറക്റ്റ്? രാഷ്ട്രീയ നേതാക്കൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും രാഷ്ട്രീയമായി അത് മാറിപ്പോകുന്നു എന്നുള്ളതാണ്. എവിടെയൊക്കെ രാഷ്ട്രീയമായിട്ട് ഇടപെടാം, എവിടെയൊക്കെ അങ്ങനെ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയന്ത്രണ രേഖയില്ല. അതുണ്ടായിരുന്നെങ്കിൽ ഈ സംഭവത്തിൽ അങ്ങനെ ഒരു പ്രശ്നത്തിന് പ്രസക്തിയില്ല. കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള രാഷ്ട്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അന്താരാഷ്ട്ര നിയമങ്ങളും അന്താരാഷ്ട്ര ഇടപെടലുകളും അന്താരാഷ്ട്ര ഉടമ്പടികളും. അതിനെക്കുറിച്ച് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ചർച്ചകളാണ്, രണ്ട് രാഷ്ട്രത്തലവന്മാർ തമ്മിലവിടെ നടക്കും. അപ്പം അതിനിടയിൽ ഗൗതം അദാനിയുടെ വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് മോദി പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ചോദ്യം അദ്ദേഹത്തെ അസ്വസ്ഥമാക്കുകയും അദ്ദേഹത്തിൻ്റെ ശാന്തത നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു എന്നുള്ളതാണ് അത് ശ്രദ്ധിക്കപ്പെടുന്നതിന് കാരണമായി തീർന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാരണവും രാഷ്ട്രീയം തന്നെയാണ്. ഗൗതം അദാനിയെ പോലെയുള്ള വലിയ മൾട്ടിനാഷണൽസ് എന്ന് പറയുന്നത് അവരെങ്ങനെ വലിയ മൾട്ടിനാഷണൽസ് ആയെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവർ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് പല രീതികളിലും കൊള്ളയടിച്ചിട്ടാണ് അവരൊക്കെ വളരുന്നത്. അല്ലാതെ ഇപ്പോൾ സാധാരണ നമുക്ക് ആർക്കെങ്കിലും ഗൗതം അദാനിയാവുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണാൻ കഴിയില്ല. അത് കുറച്ച് ആളുകൾ അങ്ങനെയുണ്ട്. ആ കുറച്ച് ആളുകൾക്ക് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്, അവർ വളരുന്നുണ്ട്, വലുതാവുന്നുണ്ട്. അതങ്ങനെ നടന്നു പോകുന്നത്. പക്ഷേ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ നടന്ന ചർച്ചകളിൽ ആ വിഷയങ്ങൾ പരാമർശിക്കപ്പെടേണ്ടതില്ല. അവിടെ ഒരു പത്രപ്രവർത്തകൻ അങ്ങനത്തെ ഒരു ചോദ്യം യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടതില്ലായിരുന്നു. പക്ഷെ അവിടെ അങ്ങനെ ചോദ്യം വരാൻ കാരണം ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിൽ കേസുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടായിത്തീർന്നത്. അല്ലേ, വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അത് പേഴ്സണൽ മാറ്ററാണ് എന്ന നിലക്ക് പറയുന്നതിലും തയ്യാറൊന്നുമില്ല. ഗൗതം അദാനിക്കെതിരെ നടപടിയെടുക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് എന്തായാലും തയ്യാറില്ല. കേന്ദ്ര ഗവൺമെൻറ്റും ഗൗതം അദാനിയും തമ്മിലുള്ള നല്ല ബന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം അദാനിക്കെതിരെ ഒരു നടപടി നീക്കം കേന്ദ്ര ഗവൺമെൻറ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് വെച്ചിട്ടല്ലേ ഈ കാര്യങ്ങളെ കാണേണ്ടത്. പ്രായോഗിക രാഷ്ട്രീയം വെച്ച് നോക്കുന്ന സമയത്ത് ഒരു കാരണവശാലും മോദി അദാനിക്കെതിരെ നീങ്ങും എന്ന് നമ്മൾ കരുതേണ്ടതില്ല. അംബാനിയും അദാനിയും എന്നൊക്കെ പറയുന്നത് മോദി സർക്കാരിൻ്റെ ഒരു പാർട്ടായിട്ടിങ്ങനെ നിൽക്കുകയും അവർക്ക് ഗവൺമെൻറ്റിനെ കൊണ്ട് ഗുണമുണ്ട്, ഗവൺമെൻറ് അവരെ കൊണ്ട് ഗുണമുണ്ട്. അങ്ങനെ പരസ്പര സഹായ സംഘത്തിൽ അവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളതിൽ കാണുന്നത്. ഇപ്പം ഇവർ രണ്ടുപേരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഇതിൽ കൂടുതലും ഗുണം ലഭിച്ചിരിക്കുന്നത് അമേരിക്കയ്ക്കാണ്. ഇന്ത്യക്ക് കാര്യമാത്ര രീതിയിലുള്ള ഗുണങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന വിലയിരുത്തലും വരുന്നുണ്ട്. അതായത് അമേരിക്ക ഇന്ത്യയെ ഒരു മാർക്കറ്റായി കണ്ടുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള ഡീലുകളെല്ലാം ഉറപ്പിച്ചിരിക്കുന്നു. അതായത് മിലിറ്ററി ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് ഇന്ത്യയിലേക്ക് നൽകുമെന്ന് പറയുന്നു. അതിലൂടെ വലിയൊരു രീതിയിലുള്ള പണം അമേരിക്കയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ F-35 ജെറ്റ് വിമാനം നൽകാമെന്ന് പറയുന്നു. തുടങ്ങിയ പല രീതിയിൽ, അതായത് എനർജി ഈ പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ളൊരു ഇത് ഇന്ത്യക്ക് നൽകാമെന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പല ആവശ്യങ്ങളും മോദി, നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു പരാമർശം അവരെ ചങ്ങലയ്ക്ക് ഇട്ട് കൊണ്ടുവന്നതൊക്കെ തെറ്റാണ് എന്ന് ഏതെങ്കിലും ഒരു വേദിയിൽ മോദി പറയുമെന്നാണ് പലരും വിചാരിച്ചിരുന്നത്. എന്നാൽ അത്തരത്തിലൊരു കാര്യം പറഞ്ഞുമില്ല. മാത്രമല്ല, ഈ ടാരിഫിൻ്റെ കാര്യത്തിൽ അമേരിക്ക ചുമത്തുമെന്ന് പറയുന്ന ടാരിഫിൻ്റെ കാര്യത്തിലും യാതൊരു തരത്തിലുമുള്ള ഒരു ധാരണയും രൂപപ്പെട്ടിട്ടില്ല. അപ്പോൾ ആർക്കാണ് ഈ ഒരു മീറ്റിംഗ് കൊണ്ട് യഥാർത്ഥത്തിൽ ഗുണം ലഭിച്ചിരിക്കുന്നത്? അമേരിക്കയ്ക്ക് തന്നെയാണോ? രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ നടക്കുന്ന ചർച്ചകളിൽ എപ്പോഴും ഒരു വൻ രാഷ്ട്രവും അതേപോലെ തന്നെ ഒരു അത്ര വൻ രാഷ്ട്രമല്ലാത്ത രാഷ്ട്രവും തമ്മിൽ നടക്കുന്ന ചർച്ചയിൽ രണ്ട് തുല്യ ശക്തികൾ തമ്മിൽ നടക്കുന്ന ചർച്ചകളിലാണ് രണ്ടുപേർക്കും ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയും.
ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ നടക്കുമ്പോൾ ഇന്ത്യ ഒരു ലോ ഫേസിലാണ്, അമേരിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഫേസിലാണ്. നമുക്കറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. അപ്പോൾ അവരോട് സഹകരിച്ച് നിന്ന് നമ്മളുടെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കലാണ് സാധാരണ രീതിയിൽ നല്ല കാര്യം. അല്ലെങ്കിൽ നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ എന്താണോ ആ മേഖലയിൽ നമുക്ക് കൂടുതൽ ശക്തി പ്രാപിക്കാനും, നമുക്കങ്ങനെ പൊട്ടൻഷ്യൽ ഇല്ലാത്ത സ്ഥലത്ത് അമേരിക്ക പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യണം. ഇപ്പോൾ താരിഫിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മോഡി ട്രംപും തമ്മിൽ സംസാരിക്കുമ്പോൾ ഇന്ത്യയുടെ താരിഫ് എന്ന് പറയുന്നത് കൂടുതലാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ട്രംപ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് ബിസിനസ് നടത്താൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ശരി, പക്ഷെ നമ്മളുടെ ജോലി എന്ന് പറയുന്നത് നമ്മളുടെ താരിഫ് അങ്ങനെ കൂടുതലല്ല, നമ്മളുമായിട്ട് ബിസിനസ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല എന്ന് അമേരിക്ക ബോധ്യപ്പെടുത്തലാണ്. അതിനുവേണ്ടിയുള്ള ശ്രമം നടന്നു, പക്ഷേ വിജയിച്ചില്ല. പകരം കുറച്ച് നാളത്തേക്ക് താരിഫ് സംബന്ധമായിട്ടുള്ള ചർച്ചകൾ നീട്ടിവെക്കാൻ തയ്യാറായി. കുറച്ച് കഴിയുമ്പോൾ ചർച്ചകളുണ്ടാവും, അപ്പോഴാണ് തീരുമാനം ഉണ്ടാകുമ്പോൾ. നീട്ടിവെക്കാൻ കഴിഞ്ഞത് നേട്ടമാണ് എന്തായാലും. ഇപ്പോൾ തന്നെ അമേരിക്ക കാനഡയ്ക്കും അതേപോലെ ചൈനയ്ക്കും മെക്സിക്കോക്കെതിരെ ഉയർത്തിയ വലിയ തോതിലുള്ള ടാക്സ് ഇന്ത്യക്കെതിരെ ഉയർത്തിയാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വിറ്റഴിക്കൽ ബുദ്ധിമുട്ടായിത്തീരും. റെസിപ്രോക്കൽ ടാരിഫ് പെട്ടെന്ന് സീ പ്രൊഡക്ട്സാണ് നമ്മൾ കൂടുതലായിട്ട് അങ്ങോട്ട് കയറ്റി അയക്കുന്നത്. സീ പ്രൊഡക്ട്സ് മാത്രമല്ല, വസ്ത്രവ്യാപാര രംഗത്ത് നമുക്കൊരു മേൽക്കൈയുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എല്ലാം വന്നതിന് ശേഷം, WTO വന്നതിന് ശേഷം ഇന്ത്യക്ക് മികച്ച മേഖല എന്ന് പറയുന്നത് തുണി വ്യവസായമാണ്. തുണിയേക്കാൾ ഉപരി വസ്ത്രങ്ങൾ. ആ വസ്ത്രങ്ങൾ കയറ്റി അയക്കുന്നതിൽ നമ്മൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട പൊസിഷനാണ് നിൽക്കുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് നമ്മളുടെ വസ്ത്രങ്ങളൊക്കെ ആവശ്യമാണ്. നമ്മൾ അതിൻ്റെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു എഡ്ജുള്ളത്. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എത്ര കാര്യമായിട്ട് എഡ്ജൊന്നും നമുക്ക് ഈ ലോക വ്യാപാര സംഘടന വന്നതിൻ്റെ ഫലമായിട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇപ്പോൾ നമുക്ക് നല്ല താരിഫുള്ള ഒരു രാജ്യമായിരുന്നു. കാരണം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിന്നീട് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്ന നിലയ്ക്ക് നമുക്ക് പുറത്തുനിന്ന് വരുന്നതായിട്ടുള്ള ഉൽപ്പന്നങ്ങളെ പ്രതിരോധിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കി. 100-200% ഡ്യൂട്ടി ചുമത്തിയാണ് പല ഉൽപ്പന്നങ്ങളെ നമ്മൾ വേലിക്ക് പുറത്ത് നിർത്തിയിരുന്നത്. കാരണം ആ ഉൽപ്പന്നങ്ങളെല്ലാം ഇങ്ങനെ മലവെള്ളം പോലെ ഇരച്ച് ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യയുടെ വ്യവസായ വളർച്ച എന്ന് പറഞ്ഞാൽ സാധ്യമല്ലാതായി. കാരണം നമ്മുടെ വ്യവസായത്തിന്, നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ക്വാളിറ്റി വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ ലോക ഉൽപ്പന്നങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്താൽ, മത്സരിച്ചാൽ നമ്മളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ആ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് നിലനിൽക്കാൻ കഴിയില്ല, നമ്മളുടെ വ്യവസായങ്ങൾ വളരില്ല. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ കൊണ്ടുവരികയും അങ്ങനെ നമുക്ക് വിദേശ ഉൽപ്പന്നങ്ങളെ ഒഴിച്ചു നിർത്താനായിട്ട് കഴിയും. പിന്നീട് WTO വന്നു, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വന്നപ്പോൾ നമ്മളുടെ ഈ താരിഫ് റേറ്റുകൾ നമ്മൾ കുറക്കാൻ നിർബന്ധിതരായി. വളരെ കുറച്ച് കൊണ്ടിരിക്കും. ഇപ്പോൾ കുറവുള്ളൂ ശരിക്കും. ഇപ്പോൾ നമ്മുടെ ഏറ്റവും ഒടുവിലത്തെ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പോലും പല രീതിയിലുള്ളൊരു ടാരിഫ് കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഹാർലി ഡേവിഡ്സൺ പോലുള്ള ബൈക്കുകൾ, ഇത് കൂടുതലുമായിട്ട് അമേരിക്കയിൽ നിന്നൊക്കെയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ചില ആൽക്കഹോളിക് പ്രൊഡക്ട്സിന്, വലിയ ബ്രാൻഡുകൾക്കൊക്കെ വലിയ രീതിയിലുള്ള കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. അത് ഈ ട്രംപിൻ്റെ ഈ ഭീഷണിക്കൊക്കെ പിന്നാലെയാണ് ഈ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഒരു ടാരിഫ് എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറവല്ലേ രാജ്യങ്ങൾക്ക് നേരെ ഈടാക്കാറുള്ളത്. കോവിഡിന് ശേഷമൊക്കെ അമേരിക്കയുടെ ഒരു എക്കണോമിയുടെ വളർച്ച വലിയ രീതിയിൽ ഉയരാതിരിക്കുകയും അതിനെക്കാട്ടി മുകളിൽ മറ്റു പല രാഷ്ട്രങ്ങളും ഉയരുന്നതൊക്കെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് തന്നെയല്ലേ ഒരു കണക്കിന് ട്രംപിനെ കൊണ്ട് ഈ ടാരിഫ് ഉയർത്താനുള്ള സാഹചര്യം രൂപപ്പെടുത്തിയത്? അല്ല, താരിഫ് ഉയർത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഉൽപ്പന്നത്തിൻ്റെ വരവ് കുറക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇമ്പോർട്ട് സിസ്റ്റത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇമ്പോർട്ട് സിസ്റ്റത്തെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കാര്യത്തിലൊക്കെ വലിയ നേട്ടം ഉണ്ടാക്കാനായിട്ട് കഴിയും. അതേപോലെ തന്നെ വിദേശ കരുതൽ ശേഖരം എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും വലിയ പരിക്കുകൾ സംഭവിച്ചിട്ടില്ല ശരിക്കും. പക്ഷേ ട്രംപ് കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചു കാലം കഴിയുമ്പോൾ, ഇപ്പോൾ പ്രത്യേകിച്ച് വലിയ സ്വാധീനം ചെലുത്തുന്നത് ചൈനയാണ്. ചൈനയുടെ പല സംവിധാനങ്ങളും അമേരിക്കയുടെ എക്കണോമിക് സിസ്റ്റത്തെ തന്നെ പിടിച്ചു വെക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ഈ ഡീപ് സ്ലീപ് സാധനം വന്ന സമയത്ത് തന്നെ വലിയ അവരുടെ മാർക്കറ്റിൽ വലിയ ഇടിവുണ്ടായിരുന്നു നമുക്കറിയാം. അപ്പോൾ അന്താരാഷ്ട്ര വിപണിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇതൊക്കെയാണ്. ആ ഘടകങ്ങൾ വന്ന്
അമേരിക്കക്ക് പരിക്കില്ലാതിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ ഒരു വിഷയം നമുക്ക് നോക്കാവുന്നത് ഡോളറിന് പകരം മറ്റൊരു കറൻസി എന്ന് പറയുന്നത് ബ്രിക്സ് രാഷ്ട്രങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ട്രംപിന് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. അല്ല, ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഡോളറിനെതിരെ കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എതിരെ 100% ടാരിഫ് ഈടാക്കും. അങ്ങനെ പക്ഷേ 100% ടാക്സ് ഈടാക്കിയിട്ട് അമേരിക്കക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ പ്രതിരോധിക്കാൻ മറ്റ് രാഷ്ട്രങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പറ്റും. ഇന്നത്തെ കാലത്ത് അതൊക്കെ സാധ്യമാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടുള്ള കമ്പനികളെല്ലാം വലിയ പ്രശ്നത്തിലായിത്തീരും. അപ്പോൾ അങ്ങനെ പോകാൻ സാധ്യതയില്ല. പക്ഷേ ചെറിയ ഭീഷണിയൊക്കെ നടത്തും, കുറേ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അമേരിക്ക ഇപ്പോൾ സ്ട്രോങ് ആവാണ് ശരിക്കും ഈ വക കാര്യങ്ങൾ. എന്ന് വെച്ചാൽ അവരുടെ പഴയൊരു ലിബറൽ ക്യാരക്ടർ കുറേയൊക്കെ നഷ്ടമാകുകയാണ് ചെയ്യും. പകരം അമേരിക്കനിസം എന്ന കാഴ്ചപ്പാട് ട്രംപ് വീണ്ടും വീണ്ടും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്ക ഇങ്ങനെയൊക്കെയാണ് തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ നയങ്ങൾ കൂടി മാറ്റിക്കൊള്ളൂ എന്ന് പറയുന്ന സന്ദേശം അതിനകത്തുണ്ട് എന്നുള്ള അതൊരു അപകടം പിടിച്ചൊരു കാര്യമാണ്. ലോകത്തെ മുഴുവനും സംഘർഷത്തിൻ്റെ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരുന്നൊരു കാര്യമാണത്. കുറച്ചും കൂടിയൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിലും വീണ്ടുമുള്ള സംഭാഷണങ്ങളിലൂടെ കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇന്ത്യയും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിൽ സൗഹൃദ സംഭാഷണം വേണം. സൗഹൃദ സംഭാഷണം തന്നെയാണ് അതുപോലെ തന്നെ ഉടമ്പടികൾ ഉണ്ടാക്കുമ്പോൾ കാര്യമായ പരിക്കില്ലാത്ത രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. പക്ഷെ ട്രംപ് ബലം പിടിക്കുകയാണ്. അതായത് എനിക്ക് മാത്രം നേട്ടം മതി, ടാരിഫിന്റെ വിഷയത്തിൽ എനിക്ക് മാത്രം നേട്ടം മതി, നിങ്ങൾക്ക് നേട്ടം വേണ്ട എന്ന സമീപനാണ് അദ്ദേഹം തുടരുന്നത്. പക്ഷേ ആഗോള ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ഇരു രാജ്യങ്ങളും ശക്തമായി ഒരുമിച്ച് പോരാടുന്നൊക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ആസൂത്രണം നടത്തിയ ഒരു പ്രധാന തീവ്രവാദിയെ ഇന്ത്യക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. മോഡി പറഞ്ഞത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിനും മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിനും, ഇത് രണ്ടും കൂടി ഒന്നിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മെഗാ പ്രൊജക്റ്റുകളാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനത്തെ സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെ ലോകം നടക്കട്ടെ എന്ന് വിചാരിക്കും.